കാണിച്ച നല്ല മഞ്ഞളാന്നല്ലോ അല്ലേ? ഇതാ ഇതൊരു ചോടിന് ഉള്ള മഞ്ഞളാ. ആയിഷ് അടിപൊളി. സ്പെഷ്യൽ സാധനമായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് നമ്മൾ നൂൽപുട്ട് രാവിലെ നോക്കുന്ന സമയത്ത് ഞാനും അമ്മയും കൂടി പോയിട്ട് 2 ചക്ക പറിച്ചിട്ടാ. കൊക്കയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പുറം. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അമ്മയേട്ടനും മഞ്ഞൾ കളിക്കാൻ വേണ്ടി പറമ്പത്ത് പോയിട്ടുണ്ടേ. അപ്പോൾ അവർക്ക് ചായയും കൊണ്ട് പോവാന്ന് വിചാരിച്ച് അന്നേരം വിചാരിച്ചൊരു വീഡിയോ എടുക്കാന്ന്. അപ്പോൾ ചായ, കട്ടൻ ചായ ആയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കുപ്പിയിൽ വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ചായക്ക് കടിയായിട്ട് ഒരു സ്പെഷ്യൽ സാധനമായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് നമ്മൾ നൂൽപുട്ട് രാവിലെ നൂൽപുട്ടാണ് ആക്കിയത്. നൂൽപുട്ടാക്കുന്ന സമയത്ത് കുറച്ച് മാവ് അതിനടുത്ത് മാറ്റി വെച്ച്, എന്നിട്ട് കുറച്ച് കുഞ്ഞുള്ളിയും പെരിഞ്ചീരകവും തേങ്ങയും കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടി കൂട്ടി കുഴച്ച് ഒന്ന് ആവിയിൽ വെച്ച്, പിന്നെ കുറച്ച് മഞ്ഞളും മുളകും ഉപ്പും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് മീൻ വറക്കും പോലെ ഒന്ന് ചൂടാക്കിയെടുത്ത് നല്ല മണമൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കിനി പറമ്പത്തേക്ക് പോവാട്ടാ. അപ്പൊ ഇതാ അമ്മയും ഏട്ടനും മഞ്ഞൾ കളിക്കുന്നുണ്ട് കേട്ടാ. കാണിച്ച നല്ല മഞ്ഞളാന്നല്ലോ അല്ലേ? ഇതാ ഇതൊരു ചോടിന് ഉള്ള മഞ്ഞളാ. ആയിഷ് അടിപൊളി, ഫ്രഷ്, നല്ല മണം, നല്ല വെയിലായിപ്പോ. അപ്പൊ ചായ കുടിക്കാവാ. ചായ അങ്ങോട്ടിരിക്കേ, നമുക്ക് ഇങ്ങോട്ടിരിക്കാം. ഇത് പിടിക്കോ, ഫോൺ പിടിക്ക. കയ്യെല്ലാം മഞ്ഞ കളറാട്ടാ. അമ്മ ഇങ്ങ കട്ടൻ ചായ. കട്ടൻ കടിയെന്നാ കടി സ്പെഷ്യൽ ആയിട്ട്. വേറൊരു വേർഷൻ നമ്മള് ഇതില്ലേ കൽമാസ. കൽമാസ് ഉള്ളിൽ അടച്ചിട്ടൊന്നുമില്ല. കൽമാസ് പോലെ ഉണ്ടല്ലോ. രാവിലത്തെ കോഴിക്കട്ടയില് മസാല വരയ്ക്ക. നൂൽപുട്ടിന്റെ കുറച്ച് ബാക്കി വരയ്ക്കാനോ? ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോ വേഗാക്കിയതാ. ഇതിനകത്തൊരു കല്ലുമക്കായി പറ്റിച്ച കല്ലുമക്കായി. അതന്നെ. ഞാൻ പിന്നെ അധികം എരിവാക്കിയിട്ടില്ല, പാകത്തിനില്ലേ. ഉള്ളിൽ കുറച്ച് മസാല അടച്ചാൽ കൽമാസായി. ഇതെങ്ങനെ ടേസ്റ്റ് ആയിട്ടുണ്ടോ അടിപൊളി അമ്മേ? രസമില്ലേ? കട്ടൻ ഇങ്ങോട്ടിട്ടേ. ആയി നല്ല വലുതാണല്ലോ. ഏട്ടൻ മഞ്ഞൾ പറിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാനും അമ്മയും കൂടി പോയിട്ട് 2 ചക്ക പറിച്ചിട്ടാ. കൊക്കയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പുറത്തെ വിലാസിൻ ചേച്ചിൻ്റെ അടുത്ത് കൊക്കയും വാങ്ങി. കൊക്കയും വാങ്ങി, കത്തിയും വാങ്ങി. പിന്നെ അത് വള്ളിയൊക്കെ വെച്ച് കെട്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് 2 ചക്ക ഇട്ടു കേട്ടാ. പറിച്ചു കഴിഞ്ഞിട്ടാ. അപ്പൊ ചാക്കിലാക്കല. ഇതിന്റെ ഇടക്ക് മാങ്ങയും എല്ലാം ഉണ്ട്. ചമ്മന്തി ആക്കാനും അച്ചാറാക്കാനെല്ലാം പറ്റൂലേ? അപ്പൊ അതും കൂടി പറിച്ചെടുത്തിട്ടുണ്ട്. വീട്ടിൽ പോയി കൊണ്ടുപോയിട്ട് നമുക്ക് തിരിഞ്ഞെടുക്കാം. ഇനിയപ്പോ ബാക്കിയെല്ലാം വീട്ടിൽ പോയി തിരിഞ്ഞാ മതി അല്ലേ? കളയാനില്ലേ? അപ്പൊ ഈ ചാക്കിലാക്കട്ടെ. അത് അടുപ്പത്ത് വെക്കാൻ നോക്കുമ്പോ പേര് കളയും. എന്നാ പിന്നെ എല്ലാം ചാക്കിലാക്കട്ടെ. എല്ലാം മിക്സ് ആക്കി ഇടട്ടെ. അപ്പൊ മഞ്ഞളെല്ലാം പറിച്ചു കഴിഞ്ഞിട്ടാ. അതിലിടക്ക് ഒരു ചക്കയും കിട്ടി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടാ. അപ്പൊ ടാറ്റാ, ബൈ.